വിശാലിനെ കരയിച്ച് വിട്ടു വിജയ് സേതുപതി. അതെ, വിശാൽ കണ്ണൊക്കെ നിറഞ്ഞ് ചുമന്ന് ഒരുമാതിരി അങ്ങ് ആയിപ്പോയി. സത്യം, അത് വിശാലിന് കിട്ടേണ്ട അടി തന്നെയായിരുന്നു. കാരണം വിശാൽ ഇങ്ങനെ പോവേണമെന്നുണ്ടെങ്കിൽ വിശാൽ മാത്രമല്ല അൻഷിതയും കൂടി നെഗറ്റീവ് ആവും. ഒന്നാമത് ഈ വിശാൽ കാരണം അൻഷിത ഇപ്പം നല്ല നെഗറ്റീവിലോട്ടാണ്. അൻഷിത കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളും ഉണ്ട്, ഈ വിശാലും കൂടെ ചെയ്തു വെക്കുന്നതുകൊണ്ട് അൻഷിതയ്ക്കാണെങ്കിൽ അൻഷിത എന്ന് പറയുന്നുണ്ട്. ഒരു വിധമാണ് ഞാനിപ്പോൾ കരക്കടിഞ്ഞ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇനി വീണ്ടും ഒന്നും കൂടെ എടുത്ത് തലയിൽ വെക്കാൻ വയ്യ. കാരണം അർണവിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആയതാണ്. അത് ഒരുവിധം തീർന്നു വന്നപ്പോൾ അത് അടുത്തത് ചാടി വരെയാണ്. ഇത് പുറത്ത് പല രീതിക്ക് പോർട്രേറ്റ് ആവും എന്നുള്ള കാര്യം അൻഷിത മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ അൻഷിതയ്ക്ക് ഇനി നന്നായിരിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ. മുത്തുകുമരൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ വിട്ടുകൊടുത്തതാണോ, എന്താണ് പറ്റിയതെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും ഡിസ്കസ് ചെയ്തില്ല, അല്ലാതെ നോർമലായിട്ടാണ് പറഞ്ഞു പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് സൗന്ദര്യ അപ്പുറവും ഇപ്പുറവും ഒക്കെ ചാടി നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമേ ആയിട്ട് ഒരു പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയൊരു ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഗ്രൂപ്പ്. ജാക്ലിൻ, മഞ്ജരി, ദീപക്, മുത്തു, ഇവർ 4 പേരോടെ ഒരുമിച്ചാണ് ഇപ്പം നിൽക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ 4 പേരും പേഴ്സണലി ടോപ്പ് 5 വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ മഞ്ജരിയും ദീപക്കും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കുറച്ച് അറിയുന്നുണ്ട്. അത് വെച്ചിട്ട് മഞ്ജരിയും ദീപക്കും നമുക്കറിയാം ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ഫയറിംഗ് ആണ്. ടാസ്കായിട്ട് കാണുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷെ അവരങ്ങോട്ട് കയറുന്നില്ല. മുത്തും ജാക്ലിനൊക്കെ ആണെങ്കിൽ കയറുന്നുണ്ട്, പക്ഷെ മഞ്ജരി ഒന്നും അങ്ങോട്ട് കയറുന്നില്ല. മഞ്ജരിയും കയറുന്നില്ല, ദീപക്കും കയറുന്നില്ല. പക്ഷെ ഇവരൊക്കെ ടോപ്പ് 5 അർഹതപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞാൻ ഇന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ പറയുക ആരൊക്കെ ആയിരിക്കും സീസൺ 8 തമിഴിൻ്റെ ടോപ്പ് 5 എന്നുള്ള കാര്യം. എന്നെ പൊറുത്തവരേക്കും ഞാൻ കരുതുന്ന ടോപ്പ് 5 വരണം എന്ന് ഞാൻ കരുതുന്ന ആൾക്കാർ മുത്തു, ഓർഡർ ഞാൻ പറയുന്നില്ല, മുത്തു, ജാക്ലിൻ, സൗന്ദര്യ, മഞ്ജരി, ദീപക്, ഇവരിത്ര ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലർക്കും പല റീസൺസ് കാരണമാണ്, അത് ഞാൻ പറയുന്നില്ല, ഞാൻ പോകെ പറഞ്ഞു തരാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോയി കമൻറ്റ് ചെയ്യുക. ആരൊക്കെയാണ് കറക്റ്റ് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ, ഗസ് അടിച്ച് നോക്കാം. അപ്പം ഇന്ന് അങ്ങനെ കുറേ സംഭവങ്ങൾ മെയിനായിട്ട് വിശാലിനെ എടുത്ത് അലക്കി തേച്ച് വെച്ചു. അവസാനം എന്നിട്ട് വിശാലിനൊന്നും വരാത്ത ലെവലിൽ അതൊന്ന് പറഞ്ഞു ഒതുക്കി. അൻഷിതയുടെ മേളിൽ വിശാൽ കാണിക്കുന്ന പാർഷ്വാലിറ്റിയെ വലിച്ച് കീറി എല്ലാവരും കട്ട എന്ന് പറഞ്ഞ ചെണ്ട കൊട്ടങ്ങളൊക്കെ വിശാലിന് അടി ഇഷ്ടം പോലെ കിട്ടി. വിശാൽ ഒരുമാതിരി കരഞ്ഞ് തളർന്ന അവസ്ഥയിലായിപ്പോയി. വിജയ് സേതുപതി കരയിച്ച്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 77 ഡിസംബർ 22 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. വീക്കെൻഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ റയാൻ, മഞ്ജരി, പവിത്ര ഇത് സംസാരിക്കുകയാണ്. റാണവിൻ്റെ കേസാണ് സംസാരിക്കുന്നത്. മഞ്ജരി പിന്നെ വിശാലിൻ്റെ കേസ് സംസാരിക്കുന്നുണ്ട്. വിശാൽ ആദ്യം റാണവിനെയും കൊണ്ട് അവിടെ പോയിട്ട് റാണവിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ വന്ന് പറഞ്ഞിട്ട് പിന്നീട് അവൻ വന്നിട്ട് പറഞ്ഞു വീക്കെൻഡ് ആയി കഴിഞ്ഞാലേ സത്യം അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു എന്ന് മഞ്ജരി പറയുന്നു. പറയാണ് ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ഓപ്പോസിറ്റ് നെഗറ്റീവ് വരുമ്പോഴത്തേക്കും നമ്മളത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലിലാണ് ഇവിടെ വിശാൽ ചെയ്യുന്നത്. വിശാലിന് സംഭവം പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുകയും വേണം, നെഗറ്റീവ് അപ്പുറത്തുനിന്ന് മാറി ഇന്ന് കുഷിക്കുകയും ചെയ്യും. അതാണ് വിശാലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നു. അപ്പോൾ മഞ്ജരി പറഞ്ഞു എനിക്കും അതാണ്. വിശാൽ നീയുമായിട്ട് വഴക്കൂടെ, വിശാൽ നിന്നെ കുളന്താ എന്നൊക്കെ പറഞ്ഞു. അൻഷിത അടുത്ത് പാർഷ്വാലിറ്റി കാണിച്ചു. വിശാൽ എല്ലാം കോമഡി ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ ആഴ്ച അവനത് പറ്റിയില്ല എന്ന് പറയുന്നു. വിജയ് സേതുപതി വരുന്നു, സ്ക്രീനിൽ ചേരുന്നു. ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഓരോ വിഷയത്തിലും വന്ന് ഇടപെട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേർഡപ്പം അതിന് പറയുന്നത്, ഞാനിവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം, ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടി ഇവിടെ ചെയ്യുന്നത് ആരാണ്? സ്ക്രീൻ സ്പേസ് എന്നല്ല, അതിനൊരു ഒരു വേർഡുണ്ട്, എനിക്കത് കിട്ടണില്ല കേട്ടോ. അപ്പം ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? എല്ലാ പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആളാവുന്നത് ആരാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ വിജയ് സേതുപതി അപ്പം വിശാൽ പറഞ്ഞ ജാക്ലിനാണ്. കാരണം അത് വഴക്കിൽ മാത്രമല്ല, ഇവിടെ ആരെങ്കിലും ഇമോഷണലായിട്ടിരുന്നാൽ പോലും ആ ഡിസ്കഷനിൽ വന്ന് ഇടപെട്ട് അവിടെ വലിയ ആൾ ചമയാൻ നോക്കും. പവിത്ര പറയണം ജാക്ലിനാണ് പ്രശ്നത്തിൽ വന്ന് എല്ലാത്തിലും സജഷൻ പറയും. അറ്റൻഷൻ സീക്കർ, അതാണ് കേട്ടോ വേർഡ്. അറ്റൻഷൻ സീക്ക് ചെയ്യാണ് ഇവിടെ ജാക്ലിൻ ചെയ്യുന്നത്. അറ്റൻഷൻ സീക്കർ ആരാണെന്നാണ് ചോദിക്കുന്നത് വിജയ് സേതുപതി.
അപ്പൊ റയാൻ വന്ന് പറയുന്നു മുത്തു മഞ്ചേരിയാണ്, കാരണം ചില ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ച് ബാക്കിയുള്ളവരുടെ ഇടയിൽ പോയി അവരുടെ പെർസ്പെക്റ്റീവ് എടുത്ത് പ്രശ്നത്തിൽ വന്ന് ഇടപെടും. അപ്പം വിജയ് സേതുപതി ചോദിക്കണം ഇതെങ്ങനെ ശരിയാവും, ഞാൻ ചോദിച്ച ചോദ്യം ഇതല്ലല്ലോ. അപ്പൊ സാർ മഞ്ചേരിയും മുത്തും ഓവറായിട്ട് വന്നിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത്, ഓവറായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യും നമ്മളെ. അപ്പൊ സൗന്ദര്യ പറയുന്നുണ്ട് ഒത്തിരി പേരുണ്ട് സാർ, മിസ് ജാക്കിലിന്, ഇപ്പൊ മിസ് ജാക്കിലിനൊക്കെ ആയ മിസ് ജാക്കിലിന് ഞാൻ പറയുന്നു, കാരണം ഒരു പ്രശ്നം നടക്കുമ്പോൾ 2 വർഷവും നിൽക്കും, ഇവിടെയും നിൽക്കും ഒരു സംസാരം, അവിടെയും നിൽക്കും വേറൊരു സംസാരം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ജാക്കിലിനല്ല ആ വേല കാണിക്കുന്ന ഈ സൗന്ദര്യമാണ് 2 ഭാഗത്ത് ചാടി നിൽക്കുന്നത്. മുത്തു കൊണ്ട് സാർ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം സ്റ്റാർട്ടിങ് കൊളുത്തി വിടുന്നത് ഈ മുത്തു ആയിരിക്കും. അരുൺ പറയാണ് സാർ ജാക്കിലിന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെയാണ്, എല്ലാത്തിനും ഒരു പാർട്ടിസിപ്പേഷൻ വേണം എന്ന് കരുതിക്കൊണ്ടാണ് ജാക്കിലിൻ അതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും രഞ്ജിത്ത് സാർ ജാക്കിലിനാണ്, കാരണം മുത്തുവിന്റെ കേസിലായാലും ആ ഒരു ലേബർ ടാസ്ക് നടന്ന സമയത്ത് കംപ്ലൈന്റ് പറയാനും ജാക്കിലിനുണ്ട്, അവരുടെ സൈഡിൽ നിന്ന് അവൻ പാവം എന്ന് പറയാനും ജാക്കിലിനുണ്ട്. അപ്പൊ ജെഫ്രി പറയണം സാർ മുത്തുവാണ്, കാരണം മുത്തു ക്യാപ്റ്റനായിട്ട് ഇരുന്ന സമയത്ത് പോലും ഇങ്ങനെ അങ്ങനെ അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യൂല എങ്കിൽ കൂടെയും ഒരു അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഞ്ചേരി സാർ അരുണാണ്, അരുണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൻ നല്ലവനായിരിക്കണം എന്ന് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ച് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റൻഷൻ സീക്കറായി മാറാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ റാണവ സാർ മുത്തുവാണ്, പിന്നെ പ്രശ്നം ഇവിടെ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് എല്ലാത്തിലും മുത്തു വന്ന് മുത്തുവിന്റെ ഐഡിയ പറഞ്ഞ് മുന്നിലുണ്ടാവും. അപ്പൊ വിജയ് സേതുപതി ഇവിടെ ഓരോരോ കാര്യം മുത്തു പറയുമ്പോഴത്തേക്ക് അത് ഡിസ്കഷൻ ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് അതിന് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? അപ്പം നിനക്ക് ആ ഒരു ലേബർ സ്കിൽ ആ സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എന്തായിരുന്നു, അത് എക്സ്പ്ലനേഷൻ അല്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അവനെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു അറ്റൻഷൻ സീക്കർ എന്ന് പറയുന്നു? അപ്പം വേറെ ആരെങ്കിലും പേര് പറയണ്ട, അത് സാർ ഞാൻ എൻ്റെ പേര് തന്നെ പറയാം. റാണവ് ഭയങ്കര ബുദ്ധി, റാണവ് സ്വന്തം പേര് തന്നെ പറയുമ്പോഴത്തേക്ക് അത് ഓഡിയൻസ് ശ്രദ്ധിക്കും. അപ്പം ഞാൻ അവിടെ റാണവിനെ തന്നെ പറയുന്നു സാർ, തോൽക്കാതിരിക്കാൻ വേണ്ടി ഒരു അറ്റൻഷൻ സീക്കറായി ഇവിടെ കളിക്കുന്ന റാണവിനെതിരെ എല്ലാവരും പ്ലാൻ ചെയ്യുമ്പോൾ റാണവ് അങ്ങനെയാണ് റാണവ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ 4 ഡയലോഗ് റാണവ് പൊക്കി അടിക്കുന്നു. റാണവിൻ്റെ പേര് തന്നെ ഞാനൊരു അറ്റൻഷൻ സീക്കറാണ് സാർ, കാരണം ഞാൻ ഇവിടെ വലിയ ആളൊന്നുമല്ല, അപ്പോൾ എനിക്ക് എന്നെ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ അറ്റൻഷൻ സീക്കർ ആവുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു സാധനമായിട്ട് മാറുന്നു, അത് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് റാണവ് ചെയ്യുന്നത്. അപ്പൊ മുത്തു സാർ റാണവും സൗന്ദര്യയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അറ്റൻഷൻ സീക്കർ. അപ്പൊ ഞാൻ മനസ്സിൽ കാരണം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മനുഷ്യൻ പോലും സൗന്ദര്യയുടെ പേര് പറയുന്നില്ല. സൗന്ദര്യമാണ് തുടക്കം മുതൽ എല്ലാ പ്രശ്നത്തിലും ഇടപെടുകയും ആവശ്യമില്ലാതെ തട്ടിക്കയറുകയും മിണ്ടാതിരുന്നിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി. സൗന്ദര്യയുടെ പേര് ആരും പറഞ്ഞില്ല. അപ്പോഴാണ് മുത്തു കയറി ഈ 2 പേരും റാണവും സൗന്ദര്യയുടെയും കേസ് പറഞ്ഞത്. സാർ പ്രശ്നത്തിൽ വന്ന് ഇടപെട്ട് വരണം എന്ന് കരുതിക്കൊണ്ട് സൗന്ദര്യ എന്ന് ചോദിച്ചുകൊണ്ട് വരും ഈ സൗന്ദര്യ. പിന്നെ ആ ഒരു ലേബർ സമയത്ത് ആ ലേബറും ബോസും ആയിരുന്ന സമയത്ത് പോലെ ലേബറിന്റെ കൂടെ വന്ന് ഡാൻസ് കളിച്ച് അവിടെ വരെ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് ഈ സൗന്ദര്യം നോക്കി. പിന്നെ റാണവ് അറിയാമല്ലോ, തുടക്കം മുതൽ റാണവിന് 3 നേരം ആഹാരം വേണോ അറ്റൻഷൻ വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഷൻ മതി എന്നുള്ള നിലപാടാണ് റാണവിൻ എന്ന് പറയുന്നു. മുത്തുവിന്റെ ഈ 2 സാധനം പക്കയാണ്, സൗന്ദര്യയുടെയും റാണവിന്റെയും പേര് അത് പക്ക സാധനമാണ്. അറ്റൻഷൻ സീക്കിങ് ആ വീട്ടിൽ ചെയ്യുന്ന 2 പേര് സൗന്ദര്യം റാണവുമാണ്, പിന്നെ അരുണും ഉണ്ട്. വേറെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അറ്റൻഷൻ സീക്കിങ്. അപ്പോഴത്തേക്ക് മനുഷ്യൻ സാർ ജാക്കലിനാണ്, എല്ലായിടത്തും ജാക്കലിൻ വരും, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമില്ലെങ്കിലും. അപ്പൊ എന്ത് ചെയ്യും, അപ്പോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ടും വിളിച്ചുകൊണ്ടായിരിക്കും ഇവിടെ കയറി വരുന്നത് ഈ ജാക്കലിൻ. അപ്പൊ ദീപക് പറയണം സാർ ജാക്കലിനാണ് എന്ന് പറഞ്ഞിട്ട് ജാക്കലിൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. ജാക്കലിൻ അറ്റൻഷൻ സീക്കറൊക്കെ തന്നെയാണ്, പക്ഷെ ജാക്കലിന്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബൗണ്ടഡ് ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് അവൾ അവിടെ വന്ന് അതിൽ ഇടപെട്ട് അതിൽ കാര്യം തിരക്കി അതിലൊരു താല്പര്യമുള്ള ഒരു ആളായിട്ട് നിന്ന് അവിടെ പെരുമാറും. അത് ജാക്കലിനൊരു ഇത്രയും പേര് ജാക്കലിനെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ജാക്കലിനെ തന്നെ ഒരു പോസിറ്റീവ് പോയിന്റ് ആക്കി ദീപക് എക്സ്പ്രസ് ചെയ്തു. പിന്നെ റാണവും ഉണ്ട്, റാണവ് ചെയ്യുന്നത് അറ്റൻഷൻ സീക്കിങ്ങിനാണ്. അപ്പൊ ജാക്കലിനോട് ചോദിക്കുകയാണ് എന്താ ജാക്കലിൻ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ജാക്കലിൻ ഇവിടെ ഓരോരുത്തർ താഴെ വീഴുന്ന സമയത്ത് അവിടെ പോയി കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വിശാലും അരുണും ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജാക്കലിൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ മാറിപ്പോയി പറഞ്ഞപ്പോഴേ. അതായത് സാർ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്ന ആൾക്കാർ മറിഞ്ഞു വീഴുമ്പോൾ അവിടെ പോയി നിന്നുകൊണ്ട് ഇത് കണ്ടന്റ് ഇവിടെ അറ്റൻഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചെയ്യുന്ന 2 പേരാണ് വിശാലും അരുണും. അത് പക്ക സാധനമാണ്. മാത്രമല്ല മുത്തു ഇവിടെ എപ്പം മറിഞ്ഞു വീഴുന്നോ അവിടെ പോയി വാടാ മുത്തു വീണടാ 2 ചവിട്ടൂടെ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോയി അവിടെ പ്രശ്നം കുത്തിപ്പൊക്കുന്നതും അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും വിശാലും അരുണുമാണ്. പിന്നെ അൻഷിതയ്ക്ക് ഒരു സപ്പോർട്ടും താങ്ങിക്കൊണ്ട് വിശാലും ജഫ്രി 24 മണിക്കൂറും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും പറയാം. പിന്നെ എന്നെ പറ്റി പറഞ്ഞതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ പ്രശ്നം നടക്കുമ്പോൾ അങ്ങോട്ട് പോയി ആവശ്യമില്ലാതെ ഇടപെടാറില്ല. അത് എന്താണ്, ഞാൻ അവിടെ പോകുന്ന സമയത്ത് വിശാലും അരുണുമായിട്ടുള്ള ഒരു ബോണ്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ കേസിൽ അവിടെ
മര്യാദയ്ക്കുള്ള ലെവലിലാണെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്കിവിടെ എൻ്റെ ഫ്രീഡം കാണിക്കാനാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളതും പറയാനുള്ളതും ഈ വീട്ടിൽ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ പറയും. അത് മോശമായിട്ടൊരു കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്ന് പറഞ്ഞാൽ അത് ജാക്കലിൻ സ്കോർ ചെയ്തു. അപ്പോൾ മുത്ത് പറയാണ്, സാർ എൻ്റെ പേര് ഇവരെല്ലാം പറയാൻ കാരണം അതിന് എനിക്ക് കൊടുക്കാനുള്ള എക്സ്പ്ലനേഷൻ, ഞാനിവിടെ 2 പേര് ശരിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻസിൻ്റെ ഇടയിൽ കയറി പോയി സംസാരിക്കത്തില്ല. അത് തെറ്റാണെങ്കിൽ അത് പ്രശ്നമാണെങ്കിൽ ഞാൻ അവിടെ പോയി സംസാരിക്കും. ഇടയ്ക്ക് കയറി ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം മുത്തുവും പറഞ്ഞ് സ്കോർ ചെയ്യുന്നു. അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ക്യാപ്റ്റൻസിയെ കുറിച്ചൊരു ചോദിക്കുകയാണ്. അപ്പോൾ റയാൻ പറയുന്നത് സ്നേഹ വീക്ക് ആക്കാനായിരുന്നു വിശാലിൻ്റെ ശ്രമം. വിശാൽ പറയുന്നത് എൻ്റെ ക്ലൈമാക്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു, എന്താ പറയുക, ഈ ക്യാപ്റ്റൻസിയുടെ. പറയാൻ സാർ ഔട്ട് ഓഫ് ദ കോണ്ടന്റ് ആയിരുന്നു. ജാക്ലിനോട് ഇപ്പം ടാസ്ക് നടക്കുന്ന സമയത്ത് ജാക്ലിനോട് ഭയങ്കര ദേഷ്യവും അൻഷിതയോട് അസിൻ 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 എന്നാണ് ഇപ്പൊ വിശാല അൻഷിതയെ വിളിക്കുന്നത്. അപ്പം അസിൻ അസിൻ മിണ്ടാതിരി എന്ന് ഉള്ള 2 ടോണിലുള്ള ഒരു പാർഷ്വാലിറ്റി കാണിച്ചു. അപ്പൊ പവിത്ര പറയുന്നത്, സാർ ക്യാപ്റ്റനൊക്കെ സൂപ്പർ ആയിരുന്നു തുടക്കത്തിൽ, ആ ടാസ്ക് വന്ന സമയം മുതൽ വിശാല് ശരിയല്ല. അൻഷിതയ്ക്ക് ഭയങ്കരമായ ഒരു സപ്പോർട്ട്, റാദർ ദാൻ അൻഷിതയുടെ സപ്പോർട്ട് അവൻ സൂപ്പർ ആയിരുന്നു. അവന്റെ ഇഷ്ടം പോലെയാണ് അവൻ ചെയ്തത്. അവൻ ആരടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നോ അവരോട് അവൻ ചായ്വ് കാണിച്ചു. പിന്നെ ഞാനും അൻഷിതയും കൂടി വഴക്കുണ്ടാക്കിയപ്പോൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് ഹൈ സൗണ്ടിൽ പവിത്ര എന്ന് പറഞ്ഞിട്ട് അൻഷിത എന്ന് പറഞ്ഞുകൊണ്ട് അവളടുത്ത് സംസാരിച്ചു. അത് കറക്റ്റ്. ഈ വിശാലിന്റെ കേസിൽ എല്ലാവരും ഈ സാധനം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് സത്യമായൊരു കാര്യം തന്നെയാണ് ഇത്. പക്ഷെ അൻഷിതയുടെ കുറ്റമല്ല, നമുക്ക് അൻഷിതയെ പറയാൻ പറ്റത്തില്ല, കാരണം ഈ സാധനം കാണിച്ചത് വിശാലാണ്. അപ്പൊ സൗന്ദര്യ പറയുന്നത്, സാർ അൻഷിതയ്ക്ക് വേണ്ടി നിൽക്കാൻ മാത്രമാണ് വിശാൽ ശ്രമിച്ചിട്ടുള്ളത്, അവളടുത്ത് മാത്രമാണ് ഒരു സ്നേഹം കാണിക്കുന്നത്. അപ്പൊ ജാക്കലിൻ പറയുന്നു, സാർ ഇവനെ ആരാണോ ചേർന്ന് നോമിനേറ്റ് ചെയ്ത് ക്യാപ്റ്റൻ ആക്കിയത്, അല്ലെങ്കിൽ ഇവനെ ആരൊക്കെ ചേർന്നാണോ സപ്പോർട്ട് ചെയ്തത്, ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എന്തായിരുന്നു, മറ്റേ ട്രോളിയിൽ ഉരുട്ടിക്കൊണ്ട് ആ സാധനമാണല്ലോ. അപ്പൊ ഇവനെ ആരൊക്കെ ചേർന്നാണോ ക്യാപ്റ്റൻ ആക്കിയത് അവർക്ക് വേണ്ടിയാണ് ഇവൻ നിന്നത്. അതൊരു സൂപ്പർ പോയിന്റ് ആണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ നിന്നിരുന്നത്. നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഒരു തവണ എടാ നീ അവളടുത്ത് മാത്രം നീ പാർഷ്വാലിറ്റി കാണിക്കുന്നു, നമ്മുടെ അടുത്ത് നീ ദേഷ്യപ്പെടുന്നു, നമ്മൾ ഒരു തവണ പറയുമ്പോൾ ഓക്കെ ഞാൻ ഇനി ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ചെയ്യും. എല്ലാവരും പറഞ്ഞിട്ടും അത് തന്നെ ചെയ്യും, വീണ്ടും അത് തന്നെ ചെയ്യും. എല്ലാവരും പറയും വീണ്ടും ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ചെയ്യും. അൻഷിതയെ വിളിക്കുന്നത് മാത്രം പതിയെ. അൻഷിത എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി വരും ടാസ്കിൻ്റെ ഇടയിൽ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. നമ്മളെയൊക്കെ ആക്ടിങ് എന്ന് പറഞ്ഞപ്പോൾ പോലും അൻഷിത മിണ്ടാതിരി എന്ന് പറഞ്ഞുകൊണ്ടൊരു വേർഡ് പോലും വിശാൽ മിണ്ടിയില്ല. അപ്പം മഞ്ജരി, സാർ ടാസ്കിന്റെ ഇടയിലായിരുന്നു ക്യാപ്റ്റന്റെ ആവശ്യം നമുക്ക് വേണ്ടി വന്നത്. ചിലയിടത്ത് പാർഷ്വാലിറ്റി ഉണ്ടായിരുന്നു. ശബ്ദത്തിലും ശാന്തത്തിലുമായിരുന്നു വിശാൽ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ശബ്ദത്തിൽ നമ്മളോടും ശാന്തത്തിൽ അൻഷിതയോടും. റയാനോട് പോടാ കൊളന്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അൻഷിത നിങ്ങൾക്ക് എന്താണ് ഇതിനെ വിശാലിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വിജയ് സേവ ചോദിക്കുന്നത്. അപ്പൊ അൻഷിത, ഇതെല്ലാം பேசுறது மோசமாதான் சார் எனக்கு ஃபீல் பண்றது, மோசமாக எனக்கு தோணுது. இந்த பேசுறதுக்கு தெரியும்னு நினைச்சா பேசுறதுக்கு தெரியும்னு കാമിക്കുന്നതുക്കാக இந்த மாதிரி പേശ്രിയ മോശമാ தெரியுது സാർ എന്നിങ്ങനെ പറയണം. നിനക്ക് സംസാരിക്കാൻ അറിയാമെന്ന് കരുതി പറയുന്നത് വളരെ മോശമാണ് എന്നാണ് അൻഷിത പറയുന്നത്. അപ്പം വിജയ് സേതുപതി, അൻഷിത ഞാൻ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് ചോദിച്ചത്, ഇതിലേക്ക് ഞാൻ വരാം. അൻഷിതയ്ക്ക് എന്തെങ്കിലും ടൈം വേണോ? ഓക്കെ സാർ എനിക്ക് ടൈം വേണം, ഇരിക്കുക സാർ. അൻഷിത പൊട്ടുന്നു. സത്യം പറഞ്ഞാൽ അൻഷിത അവിടെ പൊട്ടേണ്ട കാര്യമില്ല. കാരണം അൻഷിതയെ അല്ല ഇവരാരും പറയുന്നത്. അൻഷിതയോട് ഈ പറയുന്ന വിശാൽ പാർഷ്വാലിറ്റി കാണിക്കുന്നു. അത് അൻഷിതയുടെ കുഴപ്പമല്ല, അത് വിശാലിന്റെ കുഴപ്പമാണ്. പക്ഷെ അൻഷിത അന്നേരം പൊട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അൻഷിത കോൺട്രവേഴ്സീസിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ മുത്തു സാർ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ക്യാപ്റ്റൻ ആവും എന്നൊക്കെ വിശാൽ പറഞ്ഞിട്ട് തുടക്കമൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ടാസ്കിന്റെ പ്രശ്നത്തിൽ വിശാൽ പൊട്ടി. ഒരു പുതിയ വിശാലിനെയാണ് നമ്മൾ കണ്ടത്. ഒരിടത്ത് ഫ്രണ്ട്സിന് വേണ്ടി മാറി നിൽക്കുന്നു. ജാക്കിനോട് ഇത്ര വോളിയം, പവിത്രയോട് ഇത്ര വോളിയം, അൻഷിതയോട് ഇത്ര വോളിയം. സ്വയം നില മറന്ന് ഒരു ക്യാപ്റ്റനായിട്ട് മാറി. ക്യാപ്റ്റനേ അല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ രഞ്ജിത്ത് സാർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആര്? വിശാൽ കണ്ണനും നമ്മളൊക്കെ തമ്മിൽ അഡ്രസ്സ് ചെയ്ത ശബ്ദത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അൻഷിതയുടെ അടുത്ത് പാർഷ്വാലിറ്റി കാണിച്ചു. അപ്പം ഇനി പറ അൻഷിത, എന്താ പറയാനുള്ളത് ക്യാപ്റ്റൻസിയെ പറ്റി? അപ്പം അൻഷിത, സാർ വിശാലിന് എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, അത് അവൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ടാസ്കിൽ പ്രശ്നം ആക്കിയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവരെല്ലാവരും പറയുന്നത്. അപ്പോൾ വിജയ് സേതുപതി, ഇതല്ലല്ലോ, ഞാൻ അതല്ല ചോദിച്ച അൻഷിത. 11 പേര് ഇപ്പൊ പറഞ്ഞു ഈ പറയുന്ന വിശാലിന്റെ ക്യാപ്റ്റൻസി ശരിയല്ലായിരുന്നു, പാർഷ്വാലിറ്റി കാണിച്ചു എന്ന്. അൻഷിത അപ്സെറ്റ് ആവണ്ട. അൻഷിതയെ കുറിച്ചല്ല പറഞ്ഞത്, വിശാലിനെ കുറിച്ചാണ്. അവർ പറയട്ടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അൻഷിത പറയാണ്, സാർ നല്ലതായിരുന്നു, എന്നോട് കാണിച്ചതിലും അപ്പുറമായിട്ട് അവൻ ബാക്കിയുള്ള കേസിൽ നോക്കുവാണെങ്കിൽ അത് നല്ലവനായിരുന്നു. അപ്പം നിനക്കും ഫീൽ ചെയ്തു അല്ലേ അൻഷിത നിന്റെ അടുത്ത് പാർഷ്വാലിറ്റി കാണിച്ചു എന്ന്? സത്യം പറഞ്ഞ അൻഷിത ഡയലോഗ് പറഞ്ഞ് പെട്ടുപോയതാണ്.
അപ്പം അൻഷിത സാർ എന്നെ അസിൻ എന്ന് വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പം നമ്മുടെ വിജയ് സേതുപതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പം സാർ എനിക്ക് വ്യത്യാസം തോന്നി, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ എൻ്റെ അടുത്തും ദേഷ്യപ്പെട്ട് സംസാരിക്കാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവനത് കേട്ടില്ല. അപ്പോൾ വിശാൽ പറയുന്നത് സാർ ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തു, ജാക്കലിനോട് ഞാൻ പറഞ്ഞിരുന്നു, പവിത്രയോട് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ സൗണ്ടിന് മുകളിലായിട്ട് ഇവരുടെയൊക്കെ സൗണ്ട് വന്നപ്പോഴാണ് ഞാൻ ഇവരോട് ദേഷ്യപ്പെട്ടത്. വിജയ് സേതുപതി നിങ്ങളൊന്നും ആലോചിച്ചല്ലേ വിശാലെ ചെയ്യുന്നത്? അൻഷിതയെ പേടിയാണോ വിശാലെ? ഇല്ല സാർ എനിക്ക് പേടിയില്ല. ഇവിടെ എത്ര പേര് പറഞ്ഞു ഇപ്പം നിങ്ങളുടെ പേരിൽ കുറ്റം? 5-6 പേര് പറഞ്ഞില്ലേ, ഒരാളല്ലല്ലോ പറഞ്ഞത്. അപ്പം മുത്ത് പറയാണ് സാർ ഈ വിശാല് ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നതൊക്കെ കള്ളമാണ്. വിശാല് ദേഷ്യപ്പെടും, അൻഷിതയുടെ കൂടെ മാത്രം ബയസ്ഡ് ആണ്. അപ്പം ആരൊക്കെ ഇവിടെ വിശാൽ ചെയ്തത് പാർഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പം മെജോറിറ്റിയും കൈവെക്കുന്നു. വിജയ് സേതുപതി പറയണം പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ വിശാൽ? സോറി സാർ, പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു സാർ, ഇവരാദ്യം എൻ്റെ അടുത്ത് പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ അത് കാണിച്ചിട്ടില്ല. അപ്പം ജെഫ്രി പറയാണ് സാർ പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു അൻഷിതയുടെ അടുത്ത്. വിജയ് സേതുപതി എന്താ വിശാലെ ഇത്? വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് പേടിയാണോ ആരെങ്കിലും? വിശാൽ സാർ ഞാൻ അംഗീകരിക്കുന്നു. ഇത്രയും പറഞ്ഞ് വിശാൽ അണഞ്ഞ് അതിനുശേഷം കാണാം വിശാലിന്റെ കണ്ണൊക്കെ ചുമന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം വിജയ് സേതുപതി എന്ത് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു വിശാലൊക്കെ വിജയ് TV പ്രോഡക്ട്സ് ആണ്, അതായത് വിജയ് TVയിൽ അഭിനയിക്കുന്ന ആൾക്കാർ അവർ ടീമൊക്കെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് വിശാൽ ഒരുമാതിരി ഡള്ളായി, നമുക്ക് ആ സമയം എപ്പിസോഡ് കാണാൻ മനസ്സിലാവും വിശാൽ ഒരുമാതിരി മുഖമൊക്കെ ഇങ്ങനെ 2 ചമടി വലിച്ചിറക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതില്ല. അപ്പോൾ ഇനി ഇവൻ്റെ പോസിറ്റീവ് ഇതുവരെ ഈ 11 വീക്കിലും ഇല്ലാതിരുന്ന ക്യാപ്റ്റൻസി എങ്ങനെ ആയിരുന്നു എന്ന് വിജയ് സേതുപതി ചോദിക്കും. ക്യാപ്റ്റന്റെ പോസിറ്റീവ് എന്ത് നെഗറ്റീവ് എന്തെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും എന്തായാലും പറഞ്ഞ് വിശാലിനെ അടിച്ചൊതുക്കി ഇരുത്തി വിശാലൊക്കെ കരയാറായതുകൊണ്ട് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ടായിരുന്നു വിശാലിനെ അത് പറ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയാൻ വിജയ് സേതുപതി പറഞ്ഞു. അപ്പൊ എനിക്കത് ഒരുമാതിരി വിശാൽ കരയണ്ട, ചക്കരമുത്തേ പാല് തരാം എന്ന് പറഞ്ഞുള്ള ആ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സംഭവം അൻഷിതടുത്ത് കാണിച്ച ഈ ഒരു പാർഷ്യാലിറ്റിയുടെ കേസ് വീക്കെൻഡിൽ എന്തായാലും ചോദിച്ചേ പറ്റും, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനമായിരുന്നു. അതുകൊണ്ട് ഈ സാധനം ചോദിച്ചു. പക്ഷെ അതിനൊരു മറുമരുന്നും വേണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം വിശാലിനോട് എന്ത് ചോദിച്ചു? വിശാലിനെ കുറിച്ചുള്ള നല്ല ഒപ്പീനിയൻസും ബാക്കിയുള്ളവരോട് ചോദിച്ചു ക്യാപ്റ്റൻസിയെ കുറിച്ച്. ഇതുവരെ ചോദിക്കാത്ത ലെവലില്. അപ്പം മുത്ത് പറയാണ് സാർ എല്ലാത്തിലും വരും സാർ. അപ്പൊ റയ്യാൻ സാർ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാലും വരും സാർ. പവിത്ര ടാസ്കിലെ റൂൾസ് ഒക്കെ അവൻ കൊണ്ടുവന്ന് അടിപൊളിയായിരുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ മഞ്ജരി സാർ എമ്പതറ്റിക് ആയിരുന്നു, ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ ഓടി വരും സാർ. അപ്പൊ ജാക്കിൽ സാർ റൂൾസ് എല്ലാം സ്ട്രോങ് ആയിരുന്നു ടാസ്കിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ജെഫ്രി സാർ ഫിസിക്കൽ ടാസ്ക് നടക്കുന്നതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിലൊക്കെ അവൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു സാർ. അപ്പം ഇതേസമയം വിശാല് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒപ്പീനിയൻ പറയാണ്, വിശാൽ ഇങ്ങനെ ഇരിക്കുവാണ്, ഇതേ മൂടി ഇരിക്കുവാണ്. ആ വിജയ് സേതുപതി കേട്ടോ വിശാൽ എഴുന്നേക്കുന്നു, കണ്ണൊക്കെ നിറഞ്ഞ് കരയാറായണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കേട്ടോ നിന്നെപ്പറ്റി പറയുന്നത്? ആ സാർ ഞാൻ കേട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിച്ചു, വിജയ് സേതുപതി ചോദിക്ക് എന്ത് ചോദിക്കാൻ? നിന്നെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ ഇവർ ഇത്രയും പേര് നല്ല അഭിപ്രായം പറഞ്ഞില്ലേ, ഒരെണ്ണം പറഞ്ഞേ എന്നിങ്ങനെ പറയും. അന്നേരം വിശാലിനടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിശാൽ ഒന്നും പറയൂല, കാരണം വിശാൽ ഇത് മൈൻഡ് ഇവിടെ ഇല്ല, വേറെ എവിടെയോ ചിന്തിച്ച് ഇങ്ങനെ കരഞ്ഞു, ഒരുമാതിരി മൈൻഡിൽ കരഞ്ഞു കാണും, അങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് വിജയ് സേതുപതി പറയുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ അവർ പറഞ്ഞല്ലോ, അപ്പോൾ ഇനി അത് തിരുത്തി മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. ബ്രേക്ക് എടുത്ത് വിജയ് സേതുപതി പോകുന്നു, ഈ വിഷയം തീർക്കുന്നു. വിശാൽ, അരുൺ, അൻഷിത, ജെഫ്രി, മുത്തു എല്ലാവരും ഇരിക്കുകയാണ്. വിശാൽ വീണ്ടും ഈ ഇഷ്യൂ എടുത്തിടുന്നു. എൻ്റെ ദേഷ്യം എന്നുള്ള ഒരു വിഷയം വെച്ചുകൊണ്ട് എല്ലാവരും എന്നെ എടുത്തിട്ട് കുടഞ്ഞു. ജാക്കിലിനെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പോയി അപ്പുറത്തും പോയി പറഞ്ഞിട്ട് ജാക്കിലും ഈ പറയുന്ന ഇവർ രണ്ടുകൂടെ ശരിയാവുന്നില്ല, ഞാൻ എത്ര പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഇവരെന്നെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി വിജയ് സേതുപതി പറഞ്ഞു തീർത്ത കാര്യമാണ് ഇത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ എപ്പിസോഡിൽ റിവ്യൂ ചെയ്തിരുന്നു. അരുണിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ അരുൺ കാണിക്കുന്ന കുറച്ച് സാധനങ്ങളെ പറഞ്ഞിട്ട് അവസാനം അരുൺ വീണ്ടും ആ കേസിൽ കിടന്ന് ഉരുണ്ടോണ്ടിരുന്നു. എപ്പിസോഡ് തീർന്ന് വിജയ് സേതുപതി ബബായി പറഞ്ഞ് പോയിട്ട് ഈ കേസ് പറഞ്ഞ് ഉരുണ്ടോണ്ടിരുന്നപ്പോൾ വിജയ് സേതുപതിയുടെ സൗണ്ട് വന്ന് അരുണെ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് അടക്കിയിരുത്തിയിട്ട് പോയത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വിശാലും ഈ സംഭവം തുടങ്ങുന്നു. ഇതേസമയം മുത്തു മഞ്ജരി ജാക്കിലിനിരിക്കുകയാണ്. അപ്പോൾ മുത്തു പറയാണ് സൗന്ദര്യം എഴുന്നേറ്റപ്പോൾ കണ്ട കയ്യടി. അപ്പോൾ ജാക്കിലിന് എനിക്കത് അൺഫെയർ, ചുമ്മാ അടിക്കുന്ന കണക്കാണ് തോന്നി. അവൾ എന്ത് ചെയ്തിട്ട് കൂടെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൗന്ദര്യയുടെ കൂടെ നിൽക്കുന്നത് ശരിയാവില്ല കേട്ടാ. കൂടെ നിന്നിട്ട് അവൾ അപ്പുറത്ത് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതിക്ക് പറയാൻ വേണ്ടി അവൾ മറുകണ്ഠം ചാടുന്നവളാണ് അവൾ. അങ്ങനെ ആ ജാക്കിലിൻ സൗന്ദര്യയുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയെങ്കിലും ഈ സൗന്ദര്യത്തെ ഒരു സ്നേഹം കാണിക്കാതെ ജാക്കിലിന് ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വിജയ് സേതുപതി
ബ്രേക്ക് കഴിഞ്ഞിരുന്നു. വിശാലെ, എന്താണ് ഇവിടെ ഡിസ്കഷൻ ഇവിടെ പറഞ്ഞ് തീർത്ത കാര്യം വീണ്ടും ചെയ്തത്? കഴിഞ്ഞ ആഴ്ച അരുണിന്റെ അടുത്ത് പറഞ്ഞ അതേ കാര്യം ഞാൻ വീണ്ടും പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് എന്താണ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാവത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണ്ടേ? അടുത്ത് മുത്തു, എന്താണ് മുത്തു, മിസ്റ്റർ മുത്തു എന്താ പ്രശ്നം? മുത്തു പറയുന്നത്, സാർ അതായത് മുത്തുവിന്റെ മറ്റേ ക്യാപ്റ്റൻസി ടാസ്ക് റദ്ദ് ചെയ്ത കേസൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് സാർ, ആദ്യം ജെഫ്രിയും ഞാനും പവിത്രയോടെ കളിക്കാൻ പോയപ്പോൾ ജെഫ്രി ഔട്ട് ആവണം എന്നുള്ള ലെവലിൽ ജെഫ്രി ഔട്ടാക്കാൻ വേണ്ടി കളിച്ചു. അതിനുശേഷം പവിത്ര ഞാനിവിടെ കളിക്കാൻ നിന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവിത്ര 4ാമത്തെ തവണയാണ് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിട്ടു കൊടുക്കണോ കളിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്നു. പക്ഷെ വിട്ടു കൊടുക്കണമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ അറ്റ് ദ ടൈം ആ സമയത്താണ് ഇത് പാസ്സായത്. ഞാൻ വിട്ടു കൊടുത്തതല്ല, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോയതാണ്. 4 ആഴ്ച അവൾ കളിച്ചിട്ട് തോറ്റു. അപ്പോൾ ഞാൻ അത് വിട്ടു കൊടുക്കണോ വേണ്ടതെന്ന് ചിന്തിച്ച് നിന്ന സമയത്ത് ഈ സാധനം പോയി. അപ്പം ഞാൻ ആബ്സെൻ്റ് ആയിപ്പോയി സാർ. 4th ട്രൈ ആയിരുന്നു പവിത്ര എന്ന് കേട്ടപ്പം ഞാൻ തുടക്കം മുതലേ ഇവിടെ നിന്ന് ടാസ്കിന് പോകുന്നപ്പോഴേ 4ാം തവണയാണ് പവിത്ര ചെയ്യാൻ പോകുന്നതെന്നൊരു സാധനം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് വിജയ് സേതു പറയുന്നത്. നിങ്ങൾ പറയുന്ന അന്നേരം അതിന് ശേഷം നിങ്ങൾ പറഞ്ഞെന്തായിരുന്നു പറഞ്ഞത്? ഞാൻ വിട്ടുകൊടുത്തതാണ് എന്നുള്ള ഒരു ലെവലിൽ നിങ്ങൾ തുടക്കത്തിൽ സംസാരിച്ചല്ലോ. 4ാം തവണയല്ലേ കൊണ്ടുപോ എന്നിങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നില്ല. നീ കാരണം ആണ് ഇപ്പം എന്താ പറയുക ചാൻസ് അവർക്ക് കിട്ടിയത് എന്നുള്ള ഒരു ലെവലിൽ വന്നില്ല. അപ്പോൾ അവർ കളിച്ചതിന് വാല്യൂ ഇല്ലാതായില്ലേ? അപ്പോൾ മുത്ത് പറയണം, സാർ അത് ഞാൻ വിട്ടുകൊടുക്കണോ എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു. അപ്പോൾ വിജയ് സേതുപതി, ആർക്കൊക്കെ വിശ്വാസമുണ്ട് മുത്തു ഈ പറയുന്നതിൽ? അപ്പം മുത്തു വിശ്വാസമുള്ള കുറച്ച് പേരാണ്. ദീപക് പറയണം, സാർ മുത്തു ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. അന്നേരം മുത്തു ആ സമയത്ത് റിയാക്ഷൻ ഇല്ലാതെയാണ് അവിടെ നിന്നത്. റിയാക്ഷൻ ഇല്ലാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ മുത്തു എന്തോ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. അപ്പോൾ റയാനും 200% ടാസ്കിൽ കൊടുക്കുന്ന മുത്തു അന്നേരം എന്തോ ചിന്തിച്ചിരുന്നതാണ്. അപ്പോൾ സൗന്ദര്യം വേണം, സാർ ഡിസ്ട്രാക്റ്റഡ് ആണ് അവൻ. കാരണം ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു തോൽവി സംഭവിച്ച സാധനമാണ് ആ ബോൾ പാസ് ചെയ്ത് പോയത്. പക്ഷെ മുത്തു തോൽവി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആ സമയത്ത് ഞാൻ വിട്ടുകൊടുത്തതാണ് എന്നുള്ള ലെവലിൽ സംസാരിച്ചത്. പക്ഷെ അവനെ അറിയാവൂ എന്താണ് ആക്ച്വലി നടന്നത്, അവൻ്റെ മൈൻഡിലെ അറിയാവൂ, അവൻ്റെ മനസാക്ഷിയോട് അവൻ തന്നെ ചോദിക്കട്ടെ. അത് സൗന്ദര്യം പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. മുത്തു തോറ്റിട്ട് മുത്തുവിന് തോറ്റു എന്ന് പറയാനുള്ള ഒരു ഞാൻ തോറ്റതാണെന്ന് പറയുന്നതിനൊരു മടി, ഞാൻ വിട്ടുകൊടുത്തതാണ് എന്നുള്ള ഒരു ലെവലിൽ മുത്തു കൊണ്ടുവന്നു. അതാണ് ഇപ്പം മുത്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ സൗന്ദര്യം പറഞ്ഞത് അതൊക്കെ മേളിൽ കറക്റ്റ് ആണ്. 2 പേരുടെ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. അപ്പോൾ വിജയ് സേതുപതി, നിങ്ങൾ സീരിയസ് ആയി ഓരോ കാര്യങ്ങൾ എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ഇനിയെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുക്ക്. ഇപ്പം തെറ്റ് ചെയ്ത നീ ശിക്ഷ കിട്ടിയത് ആർക്കാണ്? പവിത്രയുടെ ക്യാപ്റ്റൻസി അല്ലേ പോയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയ് സേതുപതി പോകുന്നു. വിജയ് സേതുപതി ഡയറക്റ്റ് എവിക്ഷൻ കാർഡ് എടുക്കുന്നു, പൊക്കുന്നു, രഞ്ജിത്തിനെ കാണിക്കുന്നു, എവിക്റ്റഡ് ആവുന്നു. രഞ്ജിത്ത് വീട്ടിലുള്ളവരുടെ ബബായി ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. സ്റ്റേജിൽ വരുമ്പോഴാണ് എനിക്ക് ചിരി. സ്റ്റേജിൽ വരുമ്പോൾ വൈഫ് അവിടെ ഇരിക്കുന്നു, വിജയ് സേതുപതി ഇവിടെ നിൽക്കുകയാണ്. വിജയ് സേതുപതി മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. കണ്ണ എപ്പി ഇருக்கு എനിക്കൊന്നും കണ്ടിന്യൂ ചിരി. അപ്പം രഞ്ജിത്തിന്റെ വൈഫ് നല്ല ഇருக்கு. അപ്പൊ വിജയ് സേതുപതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആര് പിന്നെ ഇവിടെ കുരങ്ങനാ എന്നുള്ള ലെവലിൽ വിജയ് സേതുപതി നോക്കിക്കൊണ്ടിരിക്കുക. രഞ്ജിത്ത് എന്ന് ഞാൻ ചിരിയായിരുന്നു. അപ്പം രഞ്ജിത്ത് അവിടെ വന്ന് നിൽക്കുന്നു, രഞ്ജിത്തിന്റെ ജേണി വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇതേ സമയം വീട്ടിനകത്ത് ജാക്ലിനും മഞ്ജരിയും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു. ജാക്ലിൻ പറയാണ്, സൗന്ദര്യക്ക് ഞാൻ അടുത്തോട്ട് പോകുന്നതോ സംസാരിക്കുന്നതോ ഇഷ്ടമല്ല, അവൾ വേറൊരു ലെവലാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഒരു ഡിസ്റ്റൻസ് ഇടാൻ തീരുമാനിച്ചു. അത് ജാക്ലിന് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മുടെ രഞ്ജിത്ത് സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ രഞ്ജിത്ത് ജേണി വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് രഞ്ജിത്ത് സ്ക്രീനിൽ ചേർന്ന് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയാണ്, എടാ സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, സൂപ്പറായിട്ട് കളിക്കണം. പിന്നെ എന്താ പറയുക, ഓരോ ഇപ്പം അല്ലെങ്കിൽ എന്നെ പോലെ ആവും, അറിയാമല്ലോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. നല്ലപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയേ, പിന്നെ എല്ലാത്തിനും നിങ്ങൾ മികവുറ്റ പെർഫോമൻസ് കാണിക്കുക, ടാസ്ക് ഒക്കെ തൂക്കി വരണം. ഞാൻ അപ്പം ആലോചിക്കുകയാണ്, ഇയാൾ ഈ പറഞ്ഞതിൻ്റെ 10% ആ വീട്ടിനകത്ത് നിന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ സേവ് ആവൂലായിരുന്നോ? എന്തോ കാണിക്കുന്നത് ഇവിടെ സ്റ്റേജ് വന്നു. ഇയാൾക്ക് വായ്പം എടാ സമയം കാത്തു നിൽക്കൂല, ഇത്രയും നാൾ ഇയാൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു രഞ്ജിത്തിന്. ഓക്കെ, അങ്ങനെ അത് കഴിയുന്നു. അതിനുശേഷം രഞ്ജിത്ത് വൈഫിനെ കൊണ്ടാണ് സ്റ്റേജിൽ നിന്നൊക്കെ പോകുന്നത്. ദെൻ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റയാൻ ജാക്ലിനെ സൗന്ദര്യങ്ങളെ സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട്. ജാക്ലിന് ഒരു വിധ അടുക്കുന്നില്ല, ബുദ്ധി വെച്ച് ജാക്ലിന്. നമുക്കറിയാം ഇപ്പം ഗോവ ഗ്യാങ്, ജെഫ്രി, ഞാൻ മെയിൻ ഒരു ഇതുകൂടെ പറയണേ, ജെഫ്രി, സൗന്ദര്യ, റയാൻ, ജാക്ലിൻ, ഇവരാണ് മെയിൻലി എന്ത് ചെയ്തത്, ഗ്രൂപ്പായിട്ടിരുന്നത്. ഇതിനകത്തുനിന്ന് വിജയ് സേതുപതി വഴക്ക് പറഞ്ഞപ്പോൾ ജെഫ്രി തെറിച്ച്, പിന്നാലെ സൗന്ദര്യ തെറിച്ച് അടുത്ത ആഴ്ചയപ്പം. പിന്നെ റയാന് ഞാൻ കുറേ പോസ്റ്റുകൾ കാണുന്നത് റയാൻ ജാക്ലിൻ്റെ കൂടെയാണ്, ജാക്ലിൻ റയാനാണ് കൂട്ടുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് സൗന്ദര്യം റയാനാണ് കൂട്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇന്നലെ ജാക്ലിന് കയ്യടി വന്നതോടുകൂടി ഇപ്പുറത്തോട്ട് ചാടി ആര്, റയാൻ തിരിച്ചു വന്നിട്ട് റയാൻ പറഞ്ഞ് സൗന്ദര്യത്തിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ജെഫ്രിയെ ചിന്നപ്പിള്ളയെ പോലെ കാണരുത് എന്നിങ്ങനെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് റിവ്യൂവിലും പറഞ്ഞിരുന്നു.
അപ്പം റയാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ ഒരു ഗ്യാങ് രൂപീകരിക്കാനുള്ള ഒരു ശ്രമത്തിൽ ജാക്ലിനെയും സൗന്ദര്യങ്ങളൊന്ന് ഒന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സൗന്ദര്യം അടുക്കുന്നുണ്ട്, ജാക്ലിന് വേണ്ട. ജാക്ലിൻ്റെ നല്ല കാലം, ജാക്ലിൻ സ്വന്തം വഴിവെട്ടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജാക്ലിന് ഈ ഗ്രൂപ്പിനെക്കാലം പവർ ആവുന്ന ഗ്രൂപ്പായിരിക്കും ദീപകിൻ്റെ, മഞ്ജരിയുടെ, മുത്തുവിൻ്റെ ഗ്രൂപ്പ്. ഇപ്പം അവരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പുണ്ട്. കാരണം ഈ എവിക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ദീപക് പറയുന്നതിന്, മുത്തു നിന്നെ ഇപ്പോൾ പറഞ്ഞതൊക്കെ നീ നല്ലതായിട്ട് എടുക്കണം, ഓക്കെ എന്ന് പറയുന്നു. എന്നിട്ട് രാത്രിയാവുന്നു, അൻഷിതയും ജെഫ്രിയും പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അൻഷിത പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ പറയും? ഒരു രീതിയിൽ കരക്കടിഞ്ഞൊരു വെള്ളം പോലെ ഞാൻ ഒന്ന് നിൽക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു ഇഷ്യൂ. പുറത്ത് വേറെ രീതി, അതായത് വേറെ ഒന്നുമല്ല, അൻഷിതയും അർണവോട്ടുള്ള പുറത്ത് കോൺട്രവേഴ്സീസ് എന്തൊക്കെയോ കുറേ ഉണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നാലും ഞാൻ ഇപ്പം അൻഷിത ഈ കേസ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പുറത്ത് ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരുവിധം അതൊക്കെ സോൾവ് ആയി ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. വീണ്ടും ഇപ്പോൾ വിശാൽ ഓരോന്ന് കുത്തിപ്പൊക്കുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്തെടുക്കുന്നുണ്ട്, തല വലിക്കുന്നു എന്നുള്ള ഒരു സാധനമാണ് അൻഷിത ഉദ്ദേശിച്ചത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമുക്കിനി നാളെ നോക്കാം. ജെഫ്രി ആണ് ക്യാപ്റ്റൻ എന്നൊക്കെ കേൾക്കുന്നു, ഞാനൊന്നും കൺഫേംഡ് ആയിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ഇനി വരാൻ പോകുന്നത് ഫാമിലി വീക്കാണ് കേട്ടോ, ഫാമിലി വീക്കാണ്. അപ്പം ഞാൻ ഫാമിലി വീക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അൻഷിതയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഫാമിലി വീക്കിൻ്റെ. പക്ഷേ ഞാൻ ഇപ്പോഴതൊന്നും പറയുന്നില്ല, അത് കുറച്ച് റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അൻഷിതയുടെ ഫാമിലി അവിടെ എത്തിയതിന് ശേഷം, അതിനകത്ത് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി തിരിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളുടെ കുറച്ച് കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം എനിക്കത് പറയാനായിട്ടുള്ളൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.